അതടയ്ക്കില്ല. ശോചനീയാവസ്ഥയിലാവും റോഡുകൾ. അതിലെ വരുന്ന ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ കുഴിയിൽ വീഴും, എല്ലൊടിഞ്ഞും അപകടം പറ്റിയും എത്ര പേർ ആശുപത്രിയിൽ, ചില ഹതഭാഗ്യർ മരിച്ചുപോയി. അത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും കൂടി മുൻകൈയെടുത്തുകൊണ്ട് വളർന്നു വന്ന ഒരു ജനകീയ പ്രതിഷേധ രീതിയായിരുന്നു റോഡിൽ വാഴ നടുക. ഓർക്കുന്നില്ലേ? എല്ലാ ദിവസവും കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആളുകൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിക്കും. ഇപ്പോഴോ ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും റോഡിൽ വാഴ നട്ട അനുഭവം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ വാർത്തകൾ കിട്ടും? എന്തുകൊണ്ടാണ്? വാഴയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നടാൻ വേണ്ടി കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ, BJP-ക്കാർ ഒക്കെ. പക്ഷെ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. വാഴ കരിഞ്ഞു പോകുമല്ലാതെ റോഡിൽ നടാൻ പറ്റിയില്ല. കാരണം നമ്മുടെ റോഡുകളെല്ലാം മെച്ചപ്പെട്ടു. അസാധ്യമെന്ന് കരുതിയ ദേശീയപാത വികസനം 90% കഴിഞ്ഞു. മലയോര ഹൈവേ, തീരദേശപാത പാതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോയി, ഇനി ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പാക്കിയ ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി-ഇടമൺ പവർ ഹൈവേ, എത്രയെത്ര വലിയ വികസന പദ്ധതികൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ, വിഴിഞ്ഞം പോർട്ട്, K4, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരളം ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇതെങ്ങനെ സാധ്യമായി, അതാണ് പറയാൻ ശ്രമിച്ചത്. എങ്ങനെ കേരളം ഇങ്ങനെയായി? പെൻഷൻ മുടങ്ങിപ്പോയി എന്നല്ല, പെൻഷൻ നിലച്ചുപോയ നാടായിരുന്നു നമ്മുടെ നാട്. 18 മാസമായിരുന്നു കുടിശ്ശിക. എന്നുവെച്ചാൽ ആ പരിപാടി അവസാനിപ്പിച്ചിരുന്നു. ക്ഷേമ പെൻഷന് താഴെ വീണ ഒരു കാലം മാറി. പെൻഷൻ 2000 രൂപയായി കൃത്യം വിതരണം ചെയ്തു. എങ്ങനെ മാറി നമ്മുടെ നാട്? നമ്മുടെ എതിരാളികൾക്ക് സ്വപ്നം കാണാനാവാത്ത വിധം വീട്ടമ്മമാരുടെ പെൻഷൻ എങ്ങനെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പറ്റി? യുവജനങ്ങളുടെ പെൻഷൻ എങ്ങനെ സാധിച്ചു? പ്രത്യേകിച്ച് കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രം പ്രതികാര നടപടികൾ സ്വീകരിക്കുമ്പോൾ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് എങ്ങനെ സാധ്യമായി? ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം തന്നെ അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച, ഫയൽ അടച്ച, ഉപേക്ഷിച്ച വികസന പദ്ധതികൾ. അതാണ് ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനും കൊച്ചി-ഇടമൺ പവർ ഹൈവേയും ഒക്കെ അങ്ങനെയാണ്. അതിനെല്ലാം ജീവൻ വെച്ചു. പുതുജീവൻ പദ്ധതികൾ ചിലത് പൂർത്തിയായി, ചിലത് പൂർത്തിയാവുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? UDF-ന് അസാധ്യമായത് എങ്ങനെ LDF-ന് സാധ്യമാകും? ഒരു കാലത്തും നടക്കില്ല എന്ന് UDF തീർപ്പാക്കിയത് എങ്ങനെ LDF നേതൃത്വത്തിൽ നടക്കും? മണിക്കൂറുകൾ നീണ്ട പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായ കേരളം എങ്ങനെ പവർ കട്ടില്ലാത്ത നാടായി മാറി? ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. 2 കാരണങ്ങൾ. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധത, നാടിനോട്, ജനങ്ങളോട്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അധികാരം കിട്ടി എന്ന് പറഞ്ഞാൽ നാടിന്റെ നല്ല കാലം വന്നു എന്നാണ്. LDF ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനം ജയിച്ചു എന്നാണ്. LDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരന് ആശ്രയിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നാണ് അർത്ഥം. പ്രതിബദ്ധതയാണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത. 2, ഭരണ സംവിധാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ മേധാശക്തിയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു സർക്കാർ ഭംഗിയായി കേരളത്തിന്റെ ഭരണം മുന്നോട്ട് നയിച്ചു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കേരളം പിടിക്കാൻ വ്യാജ പ്രചരണങ്ങളുമായി, പച്ചക്കള്ളവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗുരുതന്ത്രങ്ങളുമായി ഇപ്പോൾ ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജാഥയാണോ മുന്നണിയുടെ ജാഥയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. അവര് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ, നാട്ടിലുണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ, കൊടിയ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് ഇരുവർഗീയതയെ ഇടത്തും വലത്തും നിർത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ ജാഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് ഒരുത്തന്റെ കഴുത്തിന് ബുദ്ധി പിടിക്കുന്നു,
വേറൊരുത്തരെ പിടിച്ചു വലിക്കുന്നു. അതിനിടയിൽ സൂപ്പർ സീനിയർ ഒരു നേതാവ് മൂടുകുത്തി താഴെ വീഴുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല. ഇതൊരു തമാശയായി വിട്ടുകളയേണ്ടതല്ല. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം. കാരണം അത് കോൺഗ്രസിന്റെ ഒരു വേദിയിലുണ്ടായ അവരുടെ പ്രശ്നമാണ്. നമുക്കതൊരു കാര്യമില്ല. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമുണ്ട്. ഇതൊറ്റപ്പെട്ട ഒന്നല്ല. കുറച്ചുനാൾ മുൻപ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത ഒരു വാക്കുണ്ടായിരുന്നു. മൈക്കിലൂടെ പറയാൻ എനിക്കാവില്ല. ചാനൽ മൈക്കുകൾ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ മുന്നിൽ നിന്നാണ് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ഓമന പേര് വിളിച്ചത്. അപ്പൊ വനിതാ കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാൻ പതുക്കെ പറഞ്ഞു, മൈക്ക് ഓണാണ്, മൈക്ക് ഓണാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അയ്യോ അതിന് മുൻപ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്താൻ നേരത്ത് മൈക്കിന് പിടിയും വലിയും കൂടി ഓർമ്മി. ഒരാൾ എങ്ങോട്ട് വലിക്കും, ഒരാൾ അങ്ങോട്ട് വലിക്കും. ഇയാളെ നടത്തിക്കോ എന്ന് പറഞ്ഞു ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ കഴിയാത്തവർ, കേട്ടലറയ്ക്കുന്ന തെറി കൊണ്ട് സഹപ്രവർത്തകനെ അഭിസംബോധന ചെയ്യുന്ന നിലയിലുള്ള ബന്ധം, ആളുകളെ വിളിച്ചുകൂട്ടിയ ഒരു ജാഥാ സ്വീകരണത്തിന്റെ സ്റ്റേജിൽ വെച്ച് ഉന്തും തള്ളും കഴുത്തിൽ പിടിക്കലും കാലുവാരലും. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കാൻ ഐക്യമോ കെൽപ്പോ ഇല്ലാത്തവരാണ് കേരളം ഭരിക്കാൻ വരുന്നത്. ഇവരുടെ കയ്യിൽ നാളെ കേരളം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇവർക്ക് ഐക്യത്തോടെ ഒരു തീരുമാനമെടുക്കാനാവൂ. ഈ നാട് കുട്ടിച്ചോറായി പോകും. ഭരണയന്ത്രം സ്തംഭിക്കും. ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ യോജിച്ച് തീരുമാനമെടുക്കാനാവില്ല. ഒരേ കൊടി പിടിക്കുന്നവർ സഹപ്രവർത്തകർ, അവരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ പരസ്പരം കൊന്നു തീർത്തത്. എത്ര പേർ? മാധ്യമങ്ങളിലൊന്നും അങ്ങനെ ഓർമ്മിപ്പിക്കില്ല. ഒരൊറ്റക്കോളം വാർത്തയിൽ ഒരു കാലത്ത് അവസാനിപ്പിക്കും. ലാൽജി കൊള്ളന്നൂർ, മധു ഈച്ചരത്ത്, ഖലീഫ, പുതുപ്പള്ളിയിലെ ഔസേപ്പ്, ഇതൊക്കെ ആരുടെ പേരാണ്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിരുന്നവർ, ഇന്ന് ഈ ഭൂമുഖത്തില്ലാത്തവർ, ഗ്രൂപ്പ് തിരിഞ്ഞ് കുത്തിക്കൊന്നവർ. ഇതാണ് കോൺഗ്രസിന്റെ ഐക്യം. കോൺഗ്രസിനുള്ളിലെ സ്ഥിതി ഇതാണ്. ഇവരെല്ലാവരും കൂടി ഇപ്പൊ ഒരുമിക്കാൻ ഇടതുപക്ഷത്തെ പുറത്താക്കാൻ. അങ്ങനെയോ മറ്റോ സംഭവിച്ചാൽ ഇവരിൽ ആരുടെ കഥ കഴിയുമെന്നതല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതല്ല ഈ നാടിന്റെ കഥ എന്താവും. ഒരുമിച്ചൊരു വേദിയിൽ നിൽക്കാനാവാത്തവർ, ഒരു പത്രസമ്മേളനം നടത്താനാവാത്തവർ, പരസ്പരം കാലുവാരുന്നവർ, അരാജകത്വത്തിന്റെയും അഴിമതിയുടെയും നാടായി നമ്മുടെ നാട് മാറും. ഇവിടെ ഒരു ഭരണം ഉണ്ടാവില്ല. ഏതായാലും ജനകീയ സമരങ്ങളുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന LDF സർക്കാരിന്റെ സമഗ്ര വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന മലയാളി അങ്ങനെ ഒരു അവിവേകത്തിന് അവസരം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക, പ്രതീക്ഷിക്കാനാവുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് സവിശേഷമായ ഒരു ചരിത്ര ഘട്ടമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ നാടിനും ജനങ്ങൾക്കും ഏറ്റവും അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നൽകിയ, ഒരു ഭാവി നൽകിയ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ, തോൽപ്പിക്കാൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുക. അതാണ് പറഞ്ഞത്, വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുക. ഇരുവർഗീയതയും RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരേ സമയം കൂട്ടുകെട്ടുണ്ടാക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എല്ലാം നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ വർഗീയവാദികളുടെ പിന്തുണയോടെ ഇവർ അധികാരത്തിൽ ഇരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ ആ കാലം? ഞാൻ നേരത്തെ കേരളത്തിലുണ്ടായി ഈ 10 കൊല്ലം കൊണ്ടുണ്ടായ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഏതാണ്? എല്ലാം പ്രധാനമാണ്. 2000 രൂപ പെൻഷൻ കൊടുക്കുന്നത് പ്രധാനമല്ലേ? ആണ്. 5 ലക്ഷം പേർക്ക് വീട് കിട്ടിയത് പ്രധാനമല്ലേ? ആണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് 3 ലക്ഷം പേർക്ക് ജോലി കിട്ടിയത് നേട്ടമല്ലേ? ആണ്. വീട്ടമ്മമാരുടെ മിഷൻ നേട്ടമല്ലേ? ഏതെടുത്താലും പ്രധാനമാണ്.
എന്നാൽ അക്കൂട്ടത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് സമാധാനപരമായ ജീവിതം. 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷം, ഒരു കലാപം, ഒരു കൊലപാതകം വാർത്ത വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പോലീസ് വെടിവെപ്പ് ഇല്ല. അതിപ്പോ ഉമ്മൻചാണ്ടി, ആന്റണി, കരുണാകരൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ നയിച്ച ഗവൺമെന്റുകളുടെ കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? എത്ര വർഗീയ കലാപം! ഈ അമ്പാറ്റകളെ പോലെ മനുഷ്യർ തെരുവിൽ വീണ് മരിച്ച എത്ര സന്ദർഭങ്ങൾ, എത്ര പോലീസ് വെടിവെപ്പുകൾ! പാലക്കാട് പട്ടണത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസ വെടിവെച്ച് കൊന്നില്ലേ കേരളത്തിലെ പോലീസ്? ആളുകൾ പെട്ടെന്ന് മറന്നുപോകും. ഇതായിരുന്നു കേരളം. 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു ഭൂതകാലം, വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം. എത്ര പേരുടെ ജീവൻ! കേരളം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. നമ്മളെല്ലാം അത് മറക്കാൻ ആഗ്രഹിക്കുക. മാറാട് പോലെ എത്ര പോലീസ്! എന്താ കാരണം? വർഗീയവാദികളെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അത് സർക്കാരിന് സാധിച്ചില്ല. ഓരോ വർഗീയവാദിയും സർക്കാരിനെ നയിച്ചു. പ്രവീൺ കൊഗാടിയ വിഷം തുപ്പുന്ന പ്രസംഗം കോഴിക്കോട്ട് നടത്തി. സ്വാഭാവികമായി പോലീസ് കേസെടുത്തു. വിശ്വഹിന്ദു പരിഷത്തും RSS അന്ത്യശാസനം പുറപ്പെടുവിച്ചു. ഇപ്പൊ പിൻവലിച്ചോളാം കേസ്. മൂത്രമൊഴിച്ചുകൊണ്ട് പിൻവലിച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേസ്. ഈ തിരുവനന്തപുരത്ത് MG കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ RSS ക്രിമിനലുകൾ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ബോംബ് പൊട്ടിയ പോലീസുകാരന്റെ കാല് ചിതറിപ്പോയി. സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു. RSSന്റെ അന്ത്യശാസനം വന്നു. ഇപ്പൊ പിൻവലിക്കണം. അപ്പൊ പിൻവലിച്ചു കൊടുത്തു. ഇതായിരുന്നു കേരളം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ പ്രതികളായ എല്ലാ കേസും പോപ്പുലർ ഫ്രണ്ടിന്റെ ആജ്ഞയനുസരിച്ച് പിൻവലിച്ചു. ഇരു വർഗീയവാദികളും, RSS വർഗീയവാദികൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ, ഇരുകൂട്ടരും സർക്കാരിനെ ഹൈജാക്ക് ചെയ്തു. മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു വർഗീയ കലാപങ്ങളുടെ മുന്നിൽ. പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞു. ഇപ്പോ വർഗീയവാദികളെല്ലാം വിസ എടുത്ത് രാജ്യം വിട്ടു പോയോ? ഒരു പ്രശ്നമില്ലല്ലോ കേരളത്തിൽ. ആരും പോയിട്ടില്ല. മാളത്തിൽ വിളിച്ചിരിക്കുക. എല്ലാ വർഗീയവാദികളും ഇവിടെ ഉണ്ട്. എല്ലാവരും മാളത്തിൽ വിളിച്ചിരിക്കുക. പുറത്തിറങ്ങിയ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ, വർഗീയ കലാപത്തിന്റെ കോപ്പ് കൂട്ടിയാൽ, വ്യത്യസ്ത വിഭാഗം മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി കലാപം ഉണ്ടാക്കിയാൽ, വിലങ്ങണിയിച്ച് തുറങ്കലടക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട്. അനങ്ങില്ല ഒറ്റയെണ്ണം മാളത്തോട് ചെയ്യുക. സാഹചര്യം മാറിയാലോ പഴയ കാലങ്ങൾ തിരികെ വരും. സൂര്യമായി ഉറങ്ങാൻ പറ്റാത്ത കാലം. നാട്ടിലെമ്പാട് മാളിപ്പെട്ടിരുന്ന വർഗീയ കലാപത്തിന്റെ തീ, പോലീസ് വെടിവെപ്പുകൾ, നമ്മുടെ സഹജാത അയൽവക്കക്കാർ ഏതു നേരവും നമ്മൾ തന്നെയും തെരുവിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന സ്ഥിതി. അങ്ങനെ ഒരു കാലം വേണോ കേരളത്തിൽ? അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ചുരുക്കുന്നു. ഇപ്പോ പച്ചക്കള്ളം പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ, വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർത്തോളണം. ഉരുളി ചരിത്രത്തെ കസേരയിൽ ഇരിക്കാൻ പോലും ഐക്യമില്ലാത്തവർ, ഒരു വേദിയിൽ ഒരുമിച്ച് നിൽക്കാൻ പോലും കഴിയാത്തവർ, പരസ്പരം സഭ്യമായ ഒരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറില്ലാത്തവർ, ഈ കാട്ടുകള്ളന്മാർ തമ്മിൽ ചേരാത്തവർ, ഇവരാണ് ഇപ്പൊ കേരളം പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി ഇപ്പൊ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മഹത്തായ മാറ്റങ്ങൾ, വികസനം, ജനക്ഷേമം, മുന്നേറ്റം, ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചു പോകാതിരിക്കാൻ, നമ്മുടെ നാട് ശിഥിലമാകാതിരിക്കാൻ, ഇനിയും കേരളം വളരാൻ, നമ്മുടെ എല്ലാം ജീവിതം അഭിവൃദ്ധിപ്പെടാൻ, ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ നമുക്കിവിടെ സമാധാനപരമായി സ്വൈര്യമായി ജീവിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇനിയും ഇടതുപക്ഷത്തിലേ പ്രതീക്ഷയുള്ളൂ. ഇടതുപക്ഷമല്ലാതെ വേറെ ആരുമില്ല ഈ നാടിനെ കാക്കാൻ,
എന്ന് തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നാളെയെ കരുതി ഇടതുപക്ഷത്തോടൊപ്പം അണിനിരത്താൻ നിങ്ങളെല്ലാം ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ